ാണ് വ്യക്തിപരമായ വിദ്വേഷം കാരണമായി ഉമ്മയുടെ വാക്ക് കേട്ട് ആ പാവപ്പെട്ട പെൺകുട്ടിയെ ആട്ടിവിടല്ല. ആ പെണ്ണ് സാധുവാണ്, ആ പെണ്ണ് പാവമാണ്. ആ പെണ്ണിന്റെ കഞ്ഞുമുടക്കുള്ള പുരുഷന്മാരെ, ആ സാധുക്കളെ അവിടെ വേദനയൊന്ന് കണ്ടറിയുക, ആ പാവങ്ങളുടെ കണ്ണീരൊന്ന് കാണുക, ആ പാവങ്ങളുടെ പൊട്ടുന്ന മനസ്സൊന്ന് വായിക്കുക. കണ്ടോ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, യാ ഇമാമൽ മുത്തഖീൻ, യാ ഇമാമൽ മുത്തഖീൻ, അല്ലയോ തങ്ങളെ, എന്റെ ഉപ്പ എന്നോട് എന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പറയുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉടൻ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ലാ തുതല്ലിഖ്ഹാ, ലാ തുതല്ലിഖ്ഹാ, അവിടെ ത്വലാഖ് ചൊല്ലിപ്പോകല്ല. ഇതങ്ങ് പറഞ്ഞപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി, തങ്ങളെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊന്നുമകനോട് ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞപ്പോ, ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞപ്പോ, ആ ഉപ്പ, ആ പൊന്നുമകൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖിന്റെ വാക്ക് കേട്ടോ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയില്ലേ? അഹ്മദ് ബിൻ ഹംബൽ എന്ന ആ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമ, 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ ആ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയുടെ മറുപടി, അവരുടെ മറുപടി അവിടുന്ന്, ഇൻകാന അബൂക മിസ്ല ഉമറ ഫതല്ലിഹ്, ഇൻകാന അബൂക മിസ്ല ഉമറ ഫതല്ലിഹ്, ഓ മനുഷ്യ, നിന്റെ വാപ്പ ഉമറിന്റെ പവറുള്ള വ്യക്തിയാണ് എങ്കിൽ, നിന്റെ ഉപ്പ ഉമറിന്റെ പവറുള്ളവരാണ് എങ്കിൽ എന്നാ പിന്നെ ത്വലാഖിലിക്കോ. അതോടുകൂടെ ചെറുപ്പക്കാരന് മതിയായി. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ഉപ്പ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ലാ തുതല്ലിഖ്, ത്വലാഖ് ചൊല്ലരുത്. ഉമറുൽ ഫാറൂഖ് പറഞ്ഞപ്പോ മകൻ ത്വലാഖ് ചൊല്ലിയല്ലോ. ഇൻകാന അബൂക മിസ്ല ഉമറ ഫതല്ലിഖ്, നിങ്ങളുടെ ഉപ്പ ഉമറിന്റെ പവറുള്ള വ്യക്തിയാണെങ്കിൽ ചൊല്ലിക്കോ ത്വലാഖ്. ഞാനിത് പറയുന്നത് എന്റെ കൂട്ടുകാരെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മമാരുടെ ചില വാക്കുകളും മറ്റുമൊക്കെ കേട്ടുകൊണ്ട് ഈ പോര് കാരണമായി നഊദു ബില്ലാഹ് പൊട്ടുന്ന മനസ്സുമായി നടക്കുന്ന എന്റെ അനുജ, അപ്പാവപ്പെട്ട പെണ്ണിനെ കൈയൊടിക്കണ്ട. പരസ്പരം യോജിപ്പിക്കാനുള്ള വഴി കണ്ടെത്തുക. എങ്ങനെയാണത്? അത് കുറച്ച് അധ്വാനിക്കേണ്ടി വരുന്നതാണ്. 2 ഭാഗവും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് പുരുഷന്റെ മഹത്വത്തിലേക്ക് കിടക്കുമ്പോ, ഭർത്താവിന്റെ മഹത്വത്തിലേക്ക് കിടക്കുമ്പോ ഞാൻ ഈ കാര്യമൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സൂചന നൽകുന്നു എന്ന് മാത്രം. യുഹ്സിനുൽ ഖിവാമത അലൽ മർആ. മറ്റൊരു ഉപദേശമായി പണ്ഡിതന്മാര് പറയുന്നത്, ഭാര്യയുടെ മുന്നിൽ ഒരു പുരുഷനായി തന്നെ നടക്കണം. ഒരു പുരുഷനായി നടക്കാനുള്ള ഒരു മനസ്സ്. പിന്നെ നമ്മളൊക്കെ പെണ്ണായിട്ടാണ് നടക്കുന്നത്. നമ്മളൊക്കെ പെണ്ണായിട്ട് അങ്ങനെയല്ല. അങ്ങനെ ഉണ്ട്. ചില രാജ്യത്തൊക്കെ പെങ്കൂസാണ്. കാര്യം നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ ആങ്കൂസാണ്. ഇരിക്കട്ടെ, എന്തായാലും ഒരു പുരുഷനായി തന്നെ അരിജാലു പുരുഷത്വണ്ടല്ലോ. പെണ്ണിന്റെ മുന്നിൽ ഒരിക്കലും തന്നെ ആ പുരുഷത്വം പണയം വെക്കുന്നൊരവസ്ഥ എല്ലാവളോട് ചോദിച്ചു. എല്ലാവളോട് എന്താ അവള് പറയുന്നത്? അങ്ങനെ ചില പുരുഷന്മാരുണ്ട്, കല്യാണം കഴിയുന്നത് വരെ ഉമ്മയും വാപ്പയും പെങ്ങന്മാരും സഹോദരങ്ങളും എല്ലാം വല്ലാത്ത നിധികളാണ്. കല്യാണം അങ്ങ് കഴിഞ്ഞു, ഏകദേശം 1 മാസമായിട്ടില്ല, അപ്പോഴേക്കും ഇവന്റെ മുഴുവൻ ജീവിതവും ഭാര്യ കുടുംബവുമായി പോയി. കുടുംബവും ബന്ധവും സ്നേഹം ഞാൻ വേണ്ട എന്നല്ല പറയുന്നത്. ഇവന്റെ ബന്ധം മുഴുവനും ഭാര്യ വീട്. ഇവന്റെ ഉമ്മ, പെറ്റ ഉമ്മ ഇവിടെയുണ്ട്. ആ ഉമ്മയെ കാണാൻ പോലും അവന് സമയമല്ല. മാത്രല്ല ചില വശീകരണ ശക്തി എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിച്ച് 2-3 ആഴ്ച ആകുമ്പോഴേക്കും പിന്നെ അങ്ങനെ അവള് മെല്ലെ മെരിക്കെടുത്ത് ഇപ്പൊ വീടവിടെ, ഞാൻ ഭാര്യ വീടിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് അവിടെ തന്നെ, പിന്നെ അല്ല അവിടെ, പിന്നെ വീട്ടിന്റെ ഉള്ളില് പുലിക്കുട്ടിക്കിരയായാലും
ഒരു പെൺകുട്ടിക്കിരയാവരുതേ, പട്ടണം ചുറ്റി നടന്നാലും പെണ്ണ് കെട്ടിയ വീട്ടിലിരിക്കരുതേ. ഇവിടെ പ്രശ്നമില്ലല്ലോ, കണ്ണൂര് പ്രശ്നമാണ്. എന്തായാലും സമാധാനം. ഈ അമ്മായിപ്പോര് കാണുമ്പോ അവിടെ സമാധാനം. ഞാൻ പാടിയതല്ല, പഴയ ഉസ്താദുമാര് അവര് പാടിയത്. ഉസ്താദുമാര് നമ്മളെ പഠിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, വലിയ 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 മഹാന്മാര്. ഭാര്യ വിട്ട് താമസിക്കരുന്നല്ല, താമസിച്ചോളി, ഞാൻ പേടിച്ചിരിക്കുന്നു വേണ്ട, നല്ലോണം താമസിച്ചോളൂ. പക്ഷെ നോക്കി നിങ്ങള്, പുലിക്കുട്ടിക്കിരയായാലും ഒരു പെൺകുട്ടിക്കിരയാവരുതേ, പട്ടണം ചുറ്റി നടന്നാലും പെണ്ണ് കെട്ടിയ വീട്ടിലിരിക്കരുതേ. 100 പവൻ സ്വർണം തന്നാലും സ്ത്രീധനം കാറ് പറഞ്ഞാലും സൂക്ഷിച്ചോ സുഹൃത്തെ, ശ്രദ്ധിച്ചോ ദേഹത്തെ, കുട്ടിയെ നമ്പരുതേ, കെട്ടിയ പെണ്ണിനെ നമ്പരുതേ. ഒന്നൊക്കെ ഒരു വിഷമം ഒക്കെ അതൊരു പേടിയുള്ളവരല്ലോ. അതോ ഭാര്യയെ വല്ലാതെ ഇറക്കണ്ട, വല്ലാതെ നമ്പരുത്. അത് അങ്ങനത്തെ പെണ്ണിനെ കുറിച്ചാട്ടോ പറയുന്നത്. നിങ്ങളെ പെണ്ണിനെ കുറിച്ചാണ് വിചാരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറയുന്നത്, ഒരു പുലിക്കുട്ടിക്ക് ഇരയാവേണ്ടി വന്നാലും ഭാര്യമാർക്ക് ഭാര്യയുടെ മുന്നിൽ പുരുഷത്വം പണയം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതെങ്ങനെയാണ്? അതിപ്പോ ഞാൻ പറയേണ്ട നിങ്ങൾക്ക് ഷറയിക്കും. നമ്മളെന്നെ അത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അവരുടെ മുന്നിൽ ഒന്ന് തണുത്തുപോയാ പിന്നെ കുടുങ്ങി, പിന്നെ അവൾ എന്ത് പറയുന്നോ കേൾക്കേണ്ടത്. ഇരിക്കണം, അവളെ കണ്ട എഴുന്നേൽക്കണം. ഇങ്ങോട്ടാ മറിച്ച് അത് നേരെ മറിച്ചായി പോകും. നഊദു ബില്ലാഹ്. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, യുഹ്സിനുൽ ഖിവാമത അലൽ മർഅ, പുരുഷത്വം എന്ന് പറയുന്ന ആ ഒരു വസ്തു. പക്ഷെ അത് വെറുതെ ഞാനൊരാണങ്ങനെ, അതിന്റെ ചില ആളുകളൊക്കെ, ചില കുട്ടികളൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ വാപ്പ വരാന്തിലിരിക്കുന്നില്ല, ഉപ്പാനൊക്കെ ഉണ്ടോ പുലിന്ന് ഒരൊറ്റ പോക്ക് അപ്പുറത്തോടെ നേരെ അടുക്കളയിലേക്ക് ഉമ്മ വെച്ച്, എന്തോടോ വാപ്പാടെ ഇരിക്കുന്നുണ്ട്. റബ്ബേ, വാപ്പടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉപ്പ ഇരിക്കുന്നുണ്ട് എന്ന് വല്ലാത്തൊരു പേടി. വാപ്പ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉപ്പാന്റെ അരികിൽ വന്ന് അസ്സലാമു അലൈക്കും, ഉപ്പ വഅലൈക്കും അസ്സലാം. പൊന്നുമകനങ്ങ് സലാം ചൊല്ലുമ്പോ വാപ്പയതാ സലാം അടക്കുന്നു. എന്തൊരു റഹ്മത്താണ് അല്ലാഹു ആ കുടുംബത്തിൽ ഇറക്കുന്നത്. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് ഭാര്യയോട് പറയുന്നു. ഭാര്യ വഅലൈക്കുമുസ്സലാം, വഅലൈക്കുമുസ്സലാം. എന്റെ ഈമാനുള്ള പുരുഷന്മാരെ, ഒരു പെണ്ണ് ഭർത്താവിന് സലാം ചൊല്ലുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് സലാം പറയുന്നു, പരസ്പരം സലാം മടക്കുന്നു. ആ ദമ്പതികളിൽ അല്ലാഹു എത്ര ബറക്കത്ത് റഹ്മത്താണ് ഇറക്കുന്നത്. ഭാര്യയോട് സലാം പറയണം, ഭർത്താവിനോട് ഇങ്ങോട്ടും സലാം പറയണം. ഇത് വഅദ് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. വഅദ് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ, അത് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഭാര്യയോട് സലാം പറയുമ്പോ എല്ലാ വിഷയത്തും ലജ്ജയാണ്. യർഫഉൽ ഹയാഅ മിനൻ നിസാ, പെണ്ണിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടു പോകും. പെണ്ണിൽ നിന്ന് ലജ്ജ എടുത്തു കളയുന്നതാണ്. ഒരു ലജ്ജയുമില്ലാതെ ഏതു സ്ഥലത്തും നടക്കുന്ന പെണ്ണ്, അങ്ങാടിയിലൂടെയും ടൗണിലൂടെയും ഏതു സ്ഥലത്തും ആരുടെ മുന്നിലും കഞ്ഞനം കാണിച്ച ഏതൊരു പുരുഷനോടും അന്യ പെണ്ണിന്റെ മുന്നിലും അന്യ പുരുഷന്റെ മുന്നിലും യാതൊരു നിലയും വരെയുമില്ലാതെ സ്വന്തം ഭർത്താവ് തൊട്ടരികിൽ നിൽക്കുന്നുണ്ട്, എന്നിട്ട് പോലും പേടിയും ഒന്നുമില്ലാതെ ഏത് പുരുഷനോടും ചിരിച്ചു കളിച്ച് നടക്കുന്ന ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനോട് അസ്സലാമു അലൈക്കും എന്ന് ഒരു ഭർത്താവെന്ന് പറയുമ്പോ ഒരു ലജ്ജയാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ചില ആളുകളൊക്കെ വന്നുപെട്ട ഒരു മുസീബത്ത്, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ ഒരു കൊഞ്ഞനം കാണി, ഒരു വല്ലാത്ത ലജ്ജ. സുബ്ഹാനല്ലാഹ്, ഭാര്യയ്ക്കൊരു സലാം പറഞ്ഞാ അവൾക്ക് സലാം അടക്കം വല്ലാത്ത മടിയാണ്. അങ്ങനെ കുറെ ഭാര്യ ഭർത്താവിന് സലാം പറഞ്ഞാലോ, ഈ ഇപ്പൊ ഒരു ബീവി. അപ്പൊ നമ്മക്കൊരു സലാം പറഞ്ഞ സ്വാലിഹത്തായ പെണ്ണ് ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മളോ ഒരു ബീവി വന്നിട്ട് നമ്മക്കും തോന്നിപ്പോകും. പക്ഷേ എന്തൊരു റഹ്മത്ത് അല്ലാഹു തആല ആ ദമ്പതികൾക്ക് കൊടുക്കുന്ന റഹ്മത്ത് എത്രയാണ്. ഇരിക്കട്ടെ, അപ്പോ നമ്മൾ ആവശ്യമില്ലാത്തത് ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ചിരിക്കാനൊന്നും പറ്റില്ല.
ആവശ്യമുള്ളതിനാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യുക, പറയേണ്ടുന്ന കാര്യം പറയും ചെയ്യുക. എന്റെ വഅദ് കേൾക്കുന്ന സഹോദരിമാരെ, ഈ പ്രസംഗം ഞാനിതിങ്ങനെ പറയുമ്പോ ഉമ്മപെങ്ങന്മാർ അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ പവർ, സ്ത്രീകളിപ്പോ അവർ വലിയ പദവിയിലാണ്, പവർ അല്ലാഹു കൊടുത്തിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്റെ വഅദ് കേൾക്കുന്ന